സ്വാശ്രയ വിഷയത്തിന്റെ പേരിൽ കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ സമരം ചെയ്തില്ലെങ്കിൽ ഇതാകും അവസ്ഥയെന്നും സമരത്തിൽ യുഡിഎഫിൽ പോലും യോജിച്ച അഭിപ്രായമുണ്ടായില്ല എന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി പി ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, പ്രത്യേകിച്ച് യുഡിഎഫിന്റെ സമരം എങ്ങുമെത്താതെ അവസാനിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ. എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പറഞ്ഞത്? സൗമ്യ, സ്വാശ്രയ വിഷയത്തിൽ മാനേജ്മെന്റുമായി ചർച്ച നടത്തുന്ന സമയത്ത് എന്തോ സ്വപ്നം കണ്ട് എന്തോ ധരിച്ച് വന്നതുകൊണ്ട് ആണ് UDF-ന് ഇത് സംഭവിച്ചത്. അതിനുശേഷം എന്നെ പള്ളു പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കോൺഗ്രസ് പോലും സ്വാശ്രയ വിഷയത്തിൽ ഒറ്റക്കെട്ടില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ സമരം തുടങ്ങിയാൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. മാറേണ്ടത് സ്വാശ്രയ മാനേജ്മെന്റുകളുടെ മനസ്സാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അല്ലാതെ എന്നെ പള്ളു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ ഇത് വിജയിക്കാത്ത സാഹചര്യത്തിൽ UDF കുറെ ഇല്ലാക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയെയും സെക്രട്ടറിയെയും ചീത്ത പറഞ്ഞു എന്ന് പോലും പ്രചരിപ്പിക്കുന്നു. ഇതിനേക്കാൾ വലിയ നുണക്കഥകളുടെ ഇരയായതിനാൽ ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സൗമ്യ, ജോഷ്ലയാണ് വിവരങ്ങൾ നൽകിയത്. സ്വാശ്രയ വിഷയത്തിന്റെ പേരിൽ കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.